നമസ്കാരം. 10 വർഷം മുമ്പ് കാണാതായ ഒരു വിമാനം. ഈ വിമാനം എങ്ങോട്ട് പോയി? എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത്? ഈ വിമാനം എങ്ങനെ അപ്രത്യക്ഷമായി അല്ലെങ്കിൽ എങ്ങനെ തകർന്നു? കുറേ ഗവേഷണങ്ങൾ, കുറേ അന്വേഷണങ്ങൾ, കുറേ പഠനങ്ങൾ, കുറേ സിദ്ധാന്തങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെവിടെ? ഇതിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഇതെവിടെ വെച്ച് തകർന്നു വീണു, എങ്ങനെ തകർന്നു വീണു എന്നതിൻ്റെ അന്വേഷണം സത്യം പറഞ്ഞാൽ തുടരുകയാണ്. വിമാനം എവിടെ കിടക്കുന്നു ഇപ്പോൾ? അതിൻ്റെ അവശിഷ്ടങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയാണ്? ഈ ഒരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഫലത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സിഗ്നൽ, ചില കാന്തികമായ ചില സിഗ്നലുകൾ, ശബ്ദ സിഗ്നലുകൾ കണ്ടെത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് MH370 എന്നുള്ള വിമാനമാണ് 2014 മാർച്ച് 8 തകർന്നു വീണു എന്ന് കരുതപ്പെടുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്: ഈ വലിയ വിമാനം എങ്ങനെ തകർന്നാലും, ഏത് രീതിയിൽ തകർന്നു വീണാലും വലിയ ശബ്ദതരംഗങ്ങൾ ആ അന്തരീക്ഷത്തിൽ കിലോമീറ്ററുകളോളം ഉണ്ടായിക്കാണും. അത് കടലിന് മുകളിലാണെങ്കിലും കരയ്ക്ക് മുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും. അതേസമയത്ത് ഹൈഡ്രോഫോണുകൾ എന്നറിയപ്പെടുന്ന അണ്ടർ വാട്ടർ മൈക്രോഫോണുകൾ ഈ സിഗ്നൽ പിടിച്ചെടുത്തിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത്. 6 സെക്കൻഡ് ദൈർഘ്യമുള്ള സിഗ്നലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കടലിൻ്റെ പല ഭാഗങ്ങളിലും, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അല്ലാത്ത കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഇത്തരം ഹൈഡ്രോഫോണുകൾ എന്നറിയപ്പെടുന്ന മൈക്രോഫോണുകൾ ഗവേഷകർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആ പ്രദേശത്തെക്കുറിച്ച് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കുമാണ്. അപ്പം അതിൽ ഒരു ഹൈഡ്രോഫോണിൽ ഏതാണ്ട് 6 സെക്കൻഡ് നീളുന്ന ഒരു ശബ്ദശകലം കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഈ വിമാനം തകർന്ന പ്രദേശത്തേക്കും വിമാനം തകരാനുണ്ടായ കാരണത്തിലേക്കുമൊക്കെ ഇത് നയിക്കും എന്ന് ഗവേഷകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ പരിശോധനകൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ക്വാലാലംപൂരിൽ നിന്ന് ബെയ്ജിങ്ങിലേക്കുള്ള വഴിയിലാണ് 239 യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് പോയ ഈ വിമാനം കാണാതാകുന്നത്. വിമാനം ഇന്ധനം തീർന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീഴുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതാണ്ട് 50,000-ഓളം ചതുരശ്ര മൈൽ പ്രദേശത്ത്, ഈ വിമാനം പോയ പ്രദേശത്തൊക്കെ തന്നെ വിപുലമായ തിരച്ചിൽ നടത്തിയിട്ടും കഴിഞ്ഞ 10 വർഷമായി ഇത് എവിടെ എത്തി അല്ലെങ്കിൽ എങ്ങനെ തകർന്നു വീണു എന്നതിൻ്റെ യാതൊരു വിവരങ്ങളും കിട്ടിയില്ല. പിന്നീട് കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തി. അതൊക്കെ ഒരുപാട് ദൂരെയായിരുന്നു, ഇതിൻ്റേതാണെന്ന് കരുതപ്പെടുന്നു. ഈ വിമാനം ഗതി മാറി പറന്നത് എന്തുകൊണ്ട്, എന്താണ് സംഭവിച്ചത്, എങ്ങനെ അപകടമുണ്ടായി എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വന്നു. അതുപോലെ ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് ഇപ്പോഴും ആർക്കും അറിയില്ല. ഈ വർഷം ആദ്യം MH370 അപ്രത്യക്ഷമായതിൻ്റെ 10ാം വാർഷികം, ഏതാണ്ട് മാർച്ച് മാസമാണ്. 10ാം വാർഷികത്തിന് തൊട്ട് മുമ്പ് മലേഷ്യൻ സർക്കാർ ഓസ്ട്രേലിയൻ തീരത്ത് പുതിയ നോ ഫൈൻഡ് നോ ഫീ എന്ന് പറയുന്ന ഒരു തെരച്ചിൽ നടത്തി. പക്ഷേ ഇതും വിജയിച്ചില്ല. MH370 പോലെയുള്ള ഏതാണ്ട് 200 ടണ്ണിലധികം ഭാരമുള്ള വിമാനം, ഈ ഇത്രയും വേഗതയിൽ പോകുന്ന വിമാനം തകർന്നു വീണാൽ ഒരു ചെറിയ ഭൂകമ്പത്തിന് തുല്യമായ ഗതികോർജ്ജം, കൈനറ്റിക് എനർജി ആൻഡ് സൗണ്ട് എനർജി, ഗതികോർജ്ജവും ശബ്ദോർജ്ജവും പുറപ്പെടുവിക്കും. അപ്പം ഈ ശബ്ദ തരംഗങ്ങളാണ് അല്ലെങ്കിൽ ശബ്ദശകലങ്ങളാണ് ഈ വെള്ളത്തിനടിയിലുള്ള മൈക്രോഫോണുകൾ അഥവാ ഹൈഡ്രോഫോണുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് എന്നാണ് ഈ പഠനത്തിൻ്റെ ഒരു പ്രാഥമിക രൂപം പുറത്തു വരുന്നത്. അതുപോലെ വിവിധ രാജ്യങ്ങളുമായി സഹകരിച്ചുമൊക്കെ തന്നെ ഇതിൻ്റെ സിഗ്നൽ കണ്ടെത്താനുള്ള കൂടുതൽ ശ്രമങ്ങൾ നടക്കുകയാണ്. പ്രാഥമികമായി ഇപ്പോൾ ഏതാണ്ടൊരു 6 സെക്കൻഡ് ദൈർഘ്യമുള്ള സിഗ്നലുകളാണ് ഈ ഹൈഡ്രോഫോണിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത് ഡീകോഡ് ചെയ്തെടുത്ത് ഇത് ഏത് പ്രദേശത്തു നിന്നാണ് ഉത്ഭവിച്ചത്, ഏത് പ്രദേശത്താണ് ഈ വലിയ ഒരു അപകടമുണ്ടായത്, ആശയവിനിമയം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന വിമാനത്തിന് നേരെ തെളിവുകൾ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ അത് ശരിയായ ദിശയിലല്ല സഞ്ചരിച്ചത് എന്നുള്ളതിൻ്റെ ചില തെളിവുകൾ പ്രാഥമികമായി കിട്ടിയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇത് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഇതിൻ്റെ കൃത്യമായി ഒരു നിയന്ത്രണവും അല്ലെങ്കിൽ വിവിധ എയർ കൺട്രോൾ യൂണിറ്റുകളുമായുള്ള ബന്ധം ഇതിന് നഷ്ടപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ കുറേ സമയം ഇത് വായുവിൽ ചുറ്റിക്കറങ്ങി, ഇതിൻ്റെ ദിശ നഷ്ടപ്പെട്ട് വായുവിൽ ചുറ്റിക്കറങ്ങി എന്നതിൻ്റെ ചെറിയ സൂചനകൾ ഉണ്ട്. എന്തായാലും വിമാനം അന്ന് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നും വിമാനത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മുമ്പോട്ട് പറയാൻ അല്ലെങ്കിൽ മുമ്പോട്ട് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിനിടയ്ക്കാണ് ഇപ്പോൾ പുതിയൊരു ഗവേഷണ ഫലം പുറത്തു വരുന്നത്. സൈനിക റഡാറുകളിൽ നിന്നൊക്കെ ഇത് സാധനം അപ്രത്യക്ഷമായി. ആൻഡമാൻ കടലിന് മുകളിൽ പ്രാഥമിക തെരച്ചിൽ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൂടിയാണ് ഈ വിമാനം സഞ്ചരിച്ചത് എന്നുള്ള ചില സിഗ്നലുകളും അന്ന് കിട്ടിയിരുന്നു. പക്ഷേ വിമാനം എവിടെയെന്ന് അന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നും അത് കൃത്യമായി പറയാനോ കണ്ടെത്താനോ കഴിയുന്നില്ല. വിമാനം ഇന്ധനം നഷ്ടപ്പെട്ട് തകർന്നു വീണതാണ് എന്ന ഒരു പ്രാഥമിക നിഗമനം മാത്രമേ ഇപ്പോൾ ചിന്തയിലുള്ളൂ. പക്ഷേ ഈ ഹൈഡ്രോഫോണുകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ ശബ്ദ സാമ്പിളുകൾ, ശബ്ദശകലങ്ങൾ പരിശോധിച്ച് ഇത് ഏത് പ്രദേശത്തു കൂടി ഏത് രീതിയിൽ സഞ്ചരിച്ച് എങ്ങനെ ഇത് തകർന്നു വീണു എന്നുള്ളതിനെക്കുറിച്ചും
ഒക്കെ പഠിക്കാനും കൂടുതൽ അറിയാനും സാധിക്കും എന്നാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ഗവേഷകർ കണക്ക് കൂട്ടുന്നത്.